ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് കനാൽ റോഡ് ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്നൊരു ലൊക്കേഷനിലോട്ടാണ്. ഞാനും എൻ്റെ കസിൻ അച്ചു കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതേ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ നടന്നു ഈ റോഡിലൂടെ. അങ്ങനെ നടന്ന് ഒരു പുഴ കണ്ടു. നമ്മൾ അച്ചുതേ പുഴയ്ക്ക് ഇറങ്ങാൻ പോവാണ്. ഇതൊക്കെ കാട്ടുകൂടി മേടുകൂടി അവളായിട്ട് വഴി കണ്ടുപിടിച്ച് ഇറങ്ങുന്നുണ്ട്. അച്ചുങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ടാ പോകണോ എന്തോ, നല്ല പരിചയമുള്ള പോലെയാണ് പോകുന്നത്. ട്രക്കിംഗ് പോലെയാണ് പാലക്കാട് ഏതോ ഒരു കാട്ടിലൂടെ അച്ചു നടക്കുന്നത്. ഇതേ പോകുന്നു. അങ്ങോട്ടല്ല കുട്ടി, ഇവിടെയാണ് പുഴ. വെർ ആർ യു ഗോയിങ്? കം ഓൺ. അച്ചു ഇതേ പണ്ടത്തെ എന്തോ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊരു വേസ്റ്റ് പിന്നാണ് തിരിച്ചറിവിൽ അച്ചു തിരിച്ച് നടന്നിരിക്കുന്നു. ബ്രിട്ടീഷ് പാലം എത്തിയില്ല. അതിൻ്റെ താഴെ ഒരു പുഴ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ഇതേ പുഴ എത്തി. എന്ത് രസമാണല്ലേ. നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്നാലും ഇരുന്ന് സംസാരിക്കാം. അതൊന്നും വേണ്ട, നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. ഭയങ്കര കൂൾ ആൻഡ് കാം പ്ലേസ്. ഞാൻ എവിടെ ട്രക്കിങ്ങിന് ഇന്നലെ എത്തിപ്പെടുന്നത് പുഴയിലോ മലയിലോ ആണല്ലോ ഈശ്വരൻ. ഇനി പുഴ കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് ഈ മല കയറുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി എന്തായാലും കല്ല് കെട്ടി സ്റ്റെപ്പിട്ടതാവില്ല. ഇത് വേറെന്തെങ്കിലും പർപ്പസിന് വേണ്ടി മാത്രമല്ല. ഈ പാലത്തിൻ്റെ പേര് ബ്രിട്ടീഷ് പാലം. അപ്പോൾ അതേ നമ്മൾ ബ്രിട്ടീഷ് പാലത്തിലോട്ട് കയറിയേക്കുവാണ്. ദേ കാണുന്നതാണ് ബ്രിട്ടീഷ് പാലം. ഇവിടെ നിന്ന് ഇതുവഴി നമ്മളങ്ങ് നടക്കുവാണ്. അങ്ങ് അറ്റം വരെ നടക്കണം. വിക്ടോറിയ ജൂബിലി ബ്രിഡ്ജ് എന്നും പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങിച്ചെന്ന പുഴ നമുക്കൊന്ന് നോക്കാം. അച്ചു ഇത് ഭാരതപ്പുഴയാണ്. അവിടെയാണ് നമ്മൾ ഇത്ര നേരം നിന്നിരുന്ന സ്ഥലം. 1883 ഉണ്ടാക്കിയതാണ് ഈ പാലം. വ്യൂ പോയിൻ്റ്, കുറേ വ്യൂ പോയിൻറ്റും ഇതെല്ലാം ഉണ്ട്. ഒരു കോട്ടയുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഓവർ ബ്രിഡ്ജ് പോലെയാണ് എനിക്ക് പാലം കണ്ട് തോന്നുന്നത്. 130 വർഷം മുന്നേ കിട്ടിയ പാലമാണെങ്കിലും ഒരു കേടുമില്ല കേട്ടോ. ബ്രിട്ടീഷുകാർ കിട്ടിയതല്ലേ. അപ്പം നമ്മളിപ്പോൾ ബ്രിട്ടീഷ് പാലത്തിൻ്റെ അങ്ങ് അറ്റത്തെത്തിയേക്കാണ് ഈ വഴി നടന്നിട്ട്. ഇനി നമ്മൾ ഈ പാലത്തിൻ്റെ സൈഡിലുള്ള ചെറിയൊരു വഴി കണ്ടു. അറ്റത്തുള്ള ആ വഴിയിലൂടെ നടന്ന് അപ്പുറത്തെ വഴിയിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഫുൾ മരങ്ങളായത് കാരണം ഭയങ്കര തണുപ്പുണ്ട്. അപ്പോൾ ഇതാണ് അപ്പുറത്തെ വഴി. ഈ വഴിയിലൂടെ നമ്മൾ നടന്ന് അങ്ങ് അറ്റത്തെത്താൻ പോകണം. പെട്ടി കടിക്കാൻ വന്നാൽ അച്ചു ചാടുന്നതായിരിക്കും. ചാടി ചാടി അച്ചു പോട്ടെ. അപ്പം നമ്മളിങ്ങനെ പാലത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇതിൻ്റെ സൈഡ് വ്യൂ കാണിച്ചു തരാം. ഭയങ്കര ഭംഗിയാണ്. പുഴേൻ്റെ സൈഡിൽ കരയിൽ കുറേ പോത്തുകൾക്കെല്ലാം കമ്പനിയായി കുറേ കൊറ്റികൾ. നല്ല കാറ്റും നല്ല തണുപ്പും ഭയങ്കര അടിപൊളി വൈബാണ്. അടുത്ത വ്യൂ പോയിന്റിൽ അച്ചു കയറി നിൽക്കുന്നു. അപ്പോൾ ഈ ചെറിയ പാലത്തിൻ്റെ അറ്റത്ത് കുറേ സ്റ്റെപ്പുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ ഇറങ്ങി ചെന്നാൽ ഈ പുഴേൻ്റെ സൈഡിലുള്ളൊരു കരയിലോട്ടാണ്. അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അച്ചു തിരിച്ച് വരികയാണ്. കമ്മോൺ അച്ചു, നമുക്ക് തിരിച്ചു പോകാം. ഈ ചെറിയ പാലമാണ് കേട്ടോ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരാൾക്ക് നടക്കാൻ പറ്റിയ സ്ഥലമാണ്. അതേപോലെ അങ്ങനെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വ്യൂ പോയിൻറ്റ്സ്. ഈ വ്യൂ പോയിൻറ്റ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം മൊത്തം നല്ല അടിപൊളിയായിട്ട് കാണാം. ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് ഇങ്ങറ്റത്ത് എത്തിയേക്കുവാണ്. ഇതിങ്ങനെ നടന്ന് അറ്റത്തെത്തി. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വീണ്ടും തിരിച്ച് ഇതേ വഴി വന്ന വഴി നടന്ന് ആ റോഡ് വഴി വീട്ടിലോട്ട് പോകണം. ബ്രിട്ടീഷ് പാലം കണ്ടു, അടുത്തുള്ള പുഴയിലിറങ്ങി. ഭയങ്കര നല്ല അനുഭവമായിരുന്നു. ഒരു ഈവനിങ്ങോ മോർണിംഗോ വന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനാണ്. അപ്പോൾ ബൈ.